ഞാനുള്ളത് കണ്ണാടിക്കലാണ്. അർജുൻ്റെ വീടിനോട് അടുത്തുള്ള ഒരു ജംഗ്ഷൻ. ഇവിടെയാണ് പണ്ട് അർജുൻ വാഹനം ഓടിച്ചിരുന്നതും, അല്ലെങ്കിൽ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അർജുൻ്റെ വളർച്ച. ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ അർജുൻ്റെ പ്രിയപ്പെട്ടവരാണ്, അർജുനൊപ്പം പഠിച്ചവരും സുഹൃത്തുക്കളൊക്കെയാണ്. ഇപ്പോൾ സുഭാഷ് ഏട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നത്. സുഭാഷ് ഏട്ടൻ അർജുൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് അല്ലേ? എന്താണ് സുഭാഷ് ഏട്ടൻ, ഇതുവരെയുള്ള വാർത്തകളൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിനാകെ സമാധാനം ഇല്ലാതാവുകയാണ്. ഇന്ന് കിട്ടുമെന്നുള്ള ആകെയുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും ഒന്നാവുമായിരിക്കും. എനിക്ക് കാത്തിരിക്കുകയാണ്. ഈ നാടൊന്നാകെ രാവിലെ ആകുമ്പോൾ ഇന്നും ഇവിടെ നാട്ടിലുള്ള സമയത്ത് ചെറുതിനെയും കൊണ്ടിട്ട് ഇതായി പീടികയിൽ വരും, നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ചെറുതിനെയും കൊണ്ട് പോകണതാണ്. ഇന്ന് എന്തെങ്കിലും ഒന്നാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കുട്ടിക്കാലം മുതൽ അറിയുന്നതല്ലേ? ചെറിയ പ്രായം മുതൽ അറിയാം. ഒരുമിച്ച് പഠിച്ചവരാണോ? അല്ല, പഠിച്ചതല്ല. നമ്മളൊക്കെ ചെറുതാണ്, നമ്മളെക്കാട് ഇത്രയോ ചെറുതാണ്. ഇവിടെ തന്നെയാനോ ഇവിടുത്തെ വണ്ടിയിലുണ്ടേനി. അപ്പോൾ പിന്നെ ഇവിടെ സൈഡാക്കും. ഇവിടെ തന്നെ എല്ലാവരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നൊരു മോനെ. ലോറി ഓടിച്ചിരുന്നു ഇവിടെ അല്ലേ? ലോറി അല്ല, നിസ്സാൻ ചെറിയ വണ്ടി ഓടിച്ചത്. ഇവിടുത്തെ ഒരു സിമെന്റിന്റെ വീടുണ്ടായിരുന്നു, അവിടുത്തെ ഡ്രൈവറായിട്ട് കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറിയിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഞാൻ കേട്ടതൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരോടും എല്ലാ വിഷയത്തിലും ഇടപെടുന്നൊരു അല്ലേ? എല്ലാവരായിട്ടും ഒരാൾക്കും അവനെ പറ്റിയിട്ടൊന്നും മോശമായി പറയാനുണ്ടാവില്ല. എല്ലാവരായിട്ട് എപ്പോഴും ചിരിച്ചും കൊണ്ട് നാട്ടിലെന്താവശ്യം ഉണ്ടെച്ചാൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പ്രളയം വന്ന സമയമായപ്പോഴും ഒക്കെ കൂട്ടത്തിലുണ്ടേനി, നിപ്പ വന്നപ്പോൾ ഉണ്ടേനി. അപ്പോൾ ഇങ്ങനെ എല്ലാ സഹായം ചെയ്ത് നടക്കുന്ന എല്ലാ വീടുകളായിട്ടോന് അടുത്ത ബന്ധമാണ്. നമ്മൾ ആൾക്കാർ ആ വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി പോയി എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് വീട്ടിലാരോടും സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ലല്ലോ. അവിടെ പോയിരുന്നു, ചേട്ടൻ പോയിരുന്നു? വീട്ടിൽ പോയിരുന്നു. പിന്നെ വീട്ടിൻ്റെ പുറത്ത് നിൽക്കല്ലാതെ അങ്ങോട്ട് കയറാൻ മനസ്സിനെ ഒരു ചെറുതിനെ കാണുമ്പോൾ ഒക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണുന്നതിനെ കൊണ്ടേ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമമാണ്. പ്രതീക്ഷ നല്ലൊരു സാഹചര്യമൊക്കെ അവിടെ ഇല്ലാത്ത അവസ്ഥയാണ് ശരിയിലുള്ളത്. അവിടുന്ന് വരുന്ന ഓരോ തെരച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവിടുന്ന് ഇങ്ങനെ ഓരോ ദിവസവും കൂടുതലായിട്ട് അറിയുന്നത്. അവിടെ ഓറഞ്ച് അലർട്ടുണ്ട്, നദിയിൽ കുത്തൊഴുക്കാണ്. ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നുണ്ട്. ആ തരത്തിൽ ഒരു വേണ്ട ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന തരത്തിൽ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളൊക്കെ എത്രമാത്രം ഈ പറയുന്ന രീതിയിലുണ്ടെന്ന് കരുതുന്നുണ്ട്? ഫസ്റ്റ് ഞങ്ങൾക്കൊരു പ്രദർശനമായി തോന്നിയില്ല. ആ ഒരു റോഡ് നന്നാക്കലും ഇതൊക്കെ ഒരു ജീവനൊരു വില കൽപ്പിക്കാത്ത മാതിരി. ഇപ്പം തൃപ്തിയുണ്ട്. എന്താ വെച്ചാൽ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന മാതിരി ഉണ്ട്. കിട്ടിയാൽ മതിയേനി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് കിട്ടുകയെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങളൊക്കെ ഇപ്പോൾ അതിനോടൊരു പൊരുത്തപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കിട്ടിയൊരു സമാധാനം എന്നുള്ള രീതിയിൽ. മറ്റു കാലാകാലം ഇങ്ങനെ അത് നോക്കി കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണല്ലോ. അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഇനിയും 1 മണിക്കൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഏട്ടൻ്റെ പേരെന്താണ്? സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് അവൻ സാധനം വാങ്ങല്. അവന് മകനായിട്ട് വരും, ഒരാഴ്ചത്തേക്കുള്ള സാധനം ഇവിടെ നിന്ന് വാങ്ങിപ്പോകും. വണ്ടി സൈഡാക്കൽ അവിടെയാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് വന്നതിനെ കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി മാറ്റിയിട്ടാണ് പാർക്ക് ചെയ്യല്. പണ്ട് തന്നെ ഉള്ള പരിചയമാണ് അവന്. നമ്മുടെ ഒരു 3-4 കൊല്ലം മുന്നേ ഡിവൈഎഫ്ഐന്റെ ഒരു മേഖലാ സെക്രട്ടറി കൂടിയൊക്കെ ആയിരുന്നു. എന്താണ് ഈ വാർത്തകൾ വെക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ പ്രശ്നമുള്ള ഉണ്ടാവുമല്ലോ. അതിനുശേഷം ഞങ്ങളിതിപ്പോൾ മൊബൈലിൽ എല്ലാ ന്യൂസും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ കാണുന്നു. നമുക്കിപ്പോൾ ഒന്നും ഇപ്പോൾ ചെയ്യാനൊന്നും കഴിയൂലല്ലോ. ഇവിടെ നിന്നും കൊണ്ടൊന്നും ഇപ്പോൾ അതിനുള്ള ഒരു ഇതില്ല. പക്ഷെ വളരെയധികം വിഷമമുണ്ട് ഈ കാര്യത്തിൽ. രാത്രി മുളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അവനെ തന്നെ മനസ്സിൽ വരുന്നു, അവൻ്റെ കുട്ടിയും ഇതൊക്കെ ആയിട്ട്. ആദ്യം കർണാടക വേണ്ട പോലെ ഇടപെട്ടില്ല എന്നുള്ള പരാതി നമുക്കെല്ലാം വ്യാപകമായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ശ്രമങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളതെന്നാണ് കരുതുന്നത്? എന്താണ് എന്തായാലും ഇവിടുത്തെ എല്ലാവരും പറയുന്ന മാതിരി തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ മനുഷ്യജീവനൊരു വില ഇല്ല എന്നുള്ളൊരു ഇതാണ്. ഒരു ആക്സിഡന്റ് ആയി കിടക്കുകയാണെങ്കിലും വണ്ടി അപ്പുറത്തോട്ട് തിരിച്ചു പോകുക എന്നിട്ട്. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല. മലയാളികൾ ഏത് തന്നെ ഒരു എന്ത് തരം വർഗീയത ഉണ്ടെങ്കിലോ എന്ത് ഇതുണ്ടെങ്കിലോ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ നമ്മൾ മലയാളി ശ്രമിക്കാറുള്ളൂ എങ്ങനെയായാലും. പക്ഷെ അതവിടെ നടന്നിട്ടില്ല. കേരളത്തിലാണെങ്കിൽ ഇതിനോടകം തന്നെ നമുക്ക് ഇത്രയും കാത്തിരിപ്പിന്റെ ഇല്ലായിരുന്നു, ഇത്രയും വരില്ലായിരുന്നു നമുക്ക്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഇവരെ ഫാമിലി പറഞ്ഞാൽ മതി എത്രത്തോളം JCB കൊണ്ടോ ടിപ്പറിനെ കൊണ്ട് അവിടെ നിറഞ്ഞിട്ടുണ്ടാവും. കബീർക്ക പറഞ്ഞത്. പക്ഷേ അർജുനുമായിട്ട് അത്രയും ആത്മബന്ധമുള്ളവരാണ് ഇവരൊക്കെ. നമുക്ക്
ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കടയാണ്. ചേട്ടന് ഇവിടെയാണോ? ചേട്ടൻ്റെ കടയാണത്? ഇവിടെ ഈ ഒരു ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഷോപ്പ് ചേട്ടൻ്റെ. അർജുന സ്ഥിരമായിട്ടൊക്കെ വന്നിരുന്നു. ഇടയ്ക്ക് വരുന്നുണ്ട്. രാത്രിയാ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കയറിയിട്ട് പോകും. ഇടയ്ക്ക് കടയിലൊരു 10 മണി ആ ടൈമിലെല്ലാം ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും സാധനം വാങ്ങി പോകും. പലഹാരമൊക്കെ വാങ്ങിച്ചു പോകും. പിന്നെ അധികം മോർണിംഗ് ചില സമയത്ത് രാവിലെ വണ്ടി ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്നാലും കാണാം. ഇവിടെ വന്നാലേ പിന്നെ നിങ്ങളൊക്കെ ഈ അവിടെ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും നിരാശയും സങ്കടമൊക്കെയാണ്. ഇപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിലുള്ള പ്രാർത്ഥനകൾ? നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ഇത്രയും പെട്ടെന്ന് കിട്ടുവാനുള്ള ശ്രമം നടത്താണ്. ഞാൻ അറിവില്ല. ഞാൻ ഇവിടെ അറിവില്ല. എന്താണ് അവിടുന്ന് വരുന്ന വാർത്തകളൊക്കെ നമുക്കൊട്ടും ഒരു നിരാശയാണ്. ഹലോ, അതിനെ പരിചയമുണ്ടോ? കണ്ടുപരിചയമുണ്ട്. അങ്ങനെ കമ്പനിയൊന്നുമില്ല, കണ്ടുപരിചയമുണ്ട്. പിന്നെ ഒരു അത്ര ഇതില്ല, എന്നാലും നല്ലൊരു വ്യക്തിയാണ്. ഒരു പ്രാർത്ഥനയാണല്ലേ? പ്രാർത്ഥന എത്രയും പെട്ടെന്ന് കഴിച്ചിലാട്ടുന്ന ഒരു പ്രാർത്ഥന. എന്തോ നമുക്ക് ഇതൊരു ചെറിയ നാട്ടുമ്പുറമാണ്. ആളുകൾക്കൊക്കെ പരസ്പരം അറിയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ശിരൂരിൽ നിന്നുള്ള വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യമാണ്. അവിടുന്ന് വരുന്ന ഓരോ വാർത്തകളും അപ്ഡേഷൻസും നോക്കി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ 11 ദിവസം കഴിഞ്ഞ് ഇനിയും ആ കാത്തിരിപ്പ് നീളുന്നതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു സങ്കടമൊക്കെയാണ് എല്ലാവരും പങ്കുവച്ചിട്ടുള്ളത്. എന്താണെങ്കിലും കണ്ണാടിക്കൽ ഗ്രാമം മാത്രമല്ല, കേരളം ഒന്നാകെ അർജുന് വേണ്ടി ഇപ്പോൾ കാത്തിരിപ്പാണ്. എൽദോ എൽദോ നമുക്ക് ഇവിടെ ഈ അങ്ങാടികളിലുള്ള കാഴ്ചകൾ കാണാം. അവിടെ അർജുന് വേണ്ടി കെട്ടിയ ഒരു ഫ്ലെക്സ് ഈ റോഡിന്റെ മറുവശത്ത് കാണാം. സേവ് അർജുൻ എന്ന് എഴുതിയിട്ട്. അത് അന്ന് പ്രതിഷേധം ഉണ്ടായ സമയത്ത് ഇവിടുത്തുകാർ കെട്ടിവെച്ചതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഓട്ടോ റിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരിവിടെ ഉണ്ട്. അവരൊക്കെ ഈ നാട്ടുകാരാണ്. നമുക്ക് ഇവിടെ നിന്ന് ചേട്ടാ, എന്താണ് ഒരു കണ്ണാടിക്കൽ ഈ ഒരു നാടിന്റെ ഒരു പ്രതീക്ഷ എന്താണ് ഇപ്പോൾ ഈ നടക്കുന്ന തെരച്ചിലൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ഇപ്പോൾ നമ്മള് ലോറി കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അർജുനുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ലോറി എടുത്തിട്ട് അല്ലെങ്കിൽ ലോറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുമോ നമുക്ക് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവൻ അതിന് മുമ്പേ എവിടെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വീണ് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വീണിട്ട് എങ്ങനെയെങ്കിലും നീന്തി വേറെ എവിടെയെങ്കിലും എത്തി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ഇത് എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അവനെവിടെയെങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പോകുന്നതിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ ഇരിക്കുന്ന ഷെഡാണ്, CITUവിൻ്റെ ഷെഡാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുക ചെയ്യുക, ഹോട്ടലില്ലാത്ത സമയം. അപ്പോൾ അന്ന് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് പോയതാണ്. എനിക്ക് തോന്നുന്നത് പോകുന്നതിൻ്റെ ഒരു 1-1.5 ആഴ്ച മുമ്പായിരുന്നു ആ സംഭവം. എന്തായാലും അവൻ തിരിച്ചെത്തുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന സമയത്തൊക്കെ നിങ്ങളിപ്പോൾ എപ്പോഴും ഉണ്ടാവില്ലേ? ഇവിടെ കണ്ണാടിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബസാറിലേക്ക് സാധനങ്ങളോ ഇതൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പോയതാണ്. അവസാനമായിട്ട് പ്രതിഷേധത്തിന്റെ ഫ്ലക്സ് ഒക്കെ അന്ന് നിങ്ങളെല്ലാവരും കൂടി ഉയർത്തിയാണ്. അതെ, അന്ന് വൈകിട്ട് പ്രതിഷേധം ഇതായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാരും കൂടി ഇവിടെ സംഘടിച്ച് അങ്ങനെ വെച്ച ഇതാണത്. അതേപോലെ ഞങ്ങളൊരു ക്ലബ്ബുണ്ട്, KYC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അതിലും നല്ലോണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പിന്നെ ഇതേപോലെ വീടുണ്ടാക്കിയൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അതിന് ശേഷം കണ്ടിന്യൂസ് ആയി വർക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ജസ്റ്റ് ഇവിടെ വന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ഒക്കെ പോകുന്ന ആളാണ്. ഈ സമയം കാലം നോക്കാതെ ജോലി ചെയ്യുന്ന കഠിനാധ്വാനായിട്ടുള്ളൊരു. അതെ. അപ്പോൾ അധികം ഒറ്റയ്ക്ക് തന്നെയാണ് പോകല്. പിന്നെ ഇവിടെ വണ്ടി ഇവിടെ വളച്ച് ഈ സൈഡിലോട്ട് ഇവിടെ നിർത്തിയിടും. എന്നാലും തിരിച്ചെത്തുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് ഇതൊക്കെ പങ്കുന്നതാണ്. ഈ ഒരു CITUവിൻ്റെ ഒരു ഇവിടെയാണ് അർജുൻ വരുന്ന സമയത്തൊക്കെ സമയം ചെലവഴിക്കാനുള്ള അദ്ദേഹമാണ്. ഏട്ടാ, നമ്മളും നിങ്ങളൊരു നാടിൻ്റെ വേദന പങ്കിടുകയാണ്. നമ്മുടെ നാടിന്റെ വേദന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നമ്മുടെ സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു തീരാ വിഷമം ഉണ്ട്. ഇങ്ങനെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നീണ്ടുപോയാൽ വളരെ സങ്കടമുണ്ട്.
നമുക്കുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവൻ ഗംഗാവലി പുഴയിലുണ്ടെങ്കിൽ തന്നെ വണ്ടീന്റെ ഗ്ലാസ് ചാടിപ്പോയിട്ട് അവൻ അതിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഗ്ലാസ് മിസ്സിങ് വരുമല്ലോ ഇത്രയും വലിയൊരു വീഴ്ചയില്. ഗ്ലാസ് മിസ്സിങ് ഉണ്ടെങ്കിൽ ചിലപ്പം ചാടി പുറത്തേക്ക് പോയി പോകും. അതാണിപ്പോ ഇത്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്തെന്ന് പറഞ്ഞാലാണ് നമുക്ക് ആകെ ഡൗട്ട്. ഇത്ര പുഴയിലുള്ളൊരു മൊബൈൽ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്യാന്ന് പറഞ്ഞാല് അതിലൊരു ഡൗട്ട്. ചിലപ്പോൾ ഇവർക്ക് വിളിക്കുമ്പോൾ ഓരോ സമയത്ത് നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇതായിട്ടാവാൻ സാധ്യതയില്ലേ? നമ്പർ മാറിയോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയില്ലേ? ഇത്രയും പുഴ എന്ന് പറഞ്ഞാല് ഇത്രയും വെള്ളം നിൽക്കുന്നതും തണുപ്പ് കൂടിയതാണ്. പുഴവെള്ളത്തിന് തണുപ്പും കൂടും. അപ്പൊ അതിലിപ്പോ മൊബൈൽ 4 ദിവസം കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം റിങ് ചെയ്തെന്ന് പറഞ്ഞപ്പോ റിങ് എന്തോ എന്തായാലും നമ്മളെ സഹോദരൻ തിരിച്ചു വരട്ടെ. അത്ഭുതങ്ങൾ ഇപ്പൊ നടക്കുന്ന ഒരു പ്രവർത്തനം തെരച്ചിലൊക്കെ കുറച്ചും കൂടി നേരത്തെ നടത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഇത് എന്റെ ഒരു അഭിപ്രായം പറയാന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ആരും ചെയ്യൂലല്ലോ. മനഃപൂർവ്വം ആരും ഇതിപ്പോ അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവിടെ തപ്പി. പിന്നെ നോക്കുമ്പോ അവിടെ ഇല്ല. ഇപ്പം പുഴയിലേക്കാണ്. പുഴയിലും പറഞ്ഞില്ല, പുഴയിലിപ്പം മണ്ണ് ടാങ്കർ ലോറി തെറിച്ച് വീകണമെങ്കിൽ തീർച്ചയായിട്ടും മണ്ണടിച്ചിട്ട് ഇതും തെറിച്ച് പോകാനേ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഒരു ബസ്സിൽ ഹെവി ഡ്രൈവറാണ്. ഏകദേശം വണ്ടീനെ പറ്റിയൊക്കെ അറിയുന്നതിനെ കൊണ്ട് പറയാണ്, അടിച്ചു തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മണ്ണ് വന്ന് മൂടല്ല. ആ വന്ന് അടിച്ചു തെറിപ്പിച്ചില്ല. അങ്ങനത്തെ ഒക്കെ അതിന്റെ കരയിൽ ഇവിടെ മണ്ണ് വീണിട്ട് ആ കരയിൽ വെള്ളം മണ്ണും കയറിയുണ്ടില്ല. അതിന് ഓപ്പോസിറ്റ് കരയിൽ. അപ്പം എന്തായാലും പുഴയിൽ നടുക്ക് എവിടെയെങ്കിലും ആ വണ്ടി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷെ ആളെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് എന്താ പറയാ, കയ്യിലല്ലോ. അത്ഭുതം സംഭവിക്കുന്നുണ്ടല്ലോ. ഒരു വണ്ടിയിൽ ക്യാബിനിലാണെങ്കിൽ തന്നെ എത്ര ദിവസം അങ്ങനെയൊക്കെ ക്യാബിനിലാണെങ്കിൽ തന്നെ അത് ചളി നിറഞ്ഞു കിടക്കല്ലേ. ഏറി വന്നാൽ എന്ത് ഓക്സിജൻ കിട്ടുകയാണെങ്കിലും എന്ത് കമ്പനി പറയുകയാണെങ്കിലും ഒരു 3 മണിക്കൂറിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അവൻ പിന്നെ ചെറുപ്പക്കാരൻ ചെക്കനാണ്, നന്നായി നമ്മളെ പ്രവർത്തകനാണ്. എന്തെങ്കിലും ഒരു അഭ്യാസം കാണിച്ച് അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കും. കാരണം പുഴയൊക്കെ അടുത്തറിയുന്ന ഒരാളാണ്. പുഴേന്റെ അടുത്താണല്ലോ അവന്റെ വീട്. നീന്തലൊക്കെ അറിയുന്ന ആളാണ്. അപ്പം ഒരു പക്ഷെ എനിക്ക് 100% ഈ അടിയൊഴുക്ക് ഗ്ലാസ് തള്ളിപ്പോയിട്ടുണ്ടാവും. കാരണം 8 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മരക്കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാലും ആ വീഴ്ചയിൽ ഗ്ലാസ് തള്ളേണ്ടതാണ്. ഗ്ലാസ് പൊട്ടൂല, പക്ഷെ തള്ളിപ്പോവും. ചില ചാനലിന്റെ മുകളിൽ നിന്ന് ഗ്ലാസ് തള്ളിപ്പോവും. തള്ളിപ്പോവും. അങ്ങനെ അവനവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റൂല. എന്തായാലും അവന്റെ ലോറി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അതിലൊരു സ്ഥിരീകരണം എത്താൻ കിട്ടുള്ളൂ. അതിന് ലോറിയാന്ന് പറഞ്ഞ ലോറി ആരും കാണുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ഈ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഇപ്പൊ എന്താ പറയാ, നിങ്ങളെപ്പോലുള്ള ചാനൽ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ചാനലുകാർ പറയുന്നത് ഞങ്ങൾ ഇത്രയും ദൂരത്തുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാൻ യാതൊരു വഴിയില്ലല്ലോ. സുഹൃത്തുക്കളാരും നേരിട്ട് പോയി? പിന്നെ അവന്റെ സുഹൃത്തുക്കളൊക്കെ പോയി. 2 കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴും അവന്റെ ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അവന്റെ ബന്ധുക്കളും പിന്നെ അവരുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനായാലും നല്ലൊരു വ്യക്തിയായിരുന്നു അവന്. ഇവിടെ എന്താ പറയാ, ഇനിയും ഈ മണ്ണിലേക്ക് വരാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതാണ് നമുക്ക് ചോദിക്കുന്നതിനൊക്കെ വളരെ വിഷമമുണ്ട്. കാരണം ഇവരൊക്കെ മാനസികമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രാർത്ഥനയിലാണ്. ഇവർക്കെല്ലാം പങ്കുവെക്കാനുള്ളത് സങ്കടത്തിൻ്റെ ഇടയിലും ഒരു പ്രതീക്ഷ, അതായത് ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാടിൻ്റെ വേദനയിൽ ഇവർക്കൊപ്പം നിൽക്കുക മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക. എന്താണെങ്കിലും തെരച്ചിലിൻ്റെ ഓരോ വിശദാംശങ്ങളും ഇവരെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ പോയ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ തെരച്ചിൽ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ആ പ്രതീക്ഷകളൊക്കെ ആശങ്കയിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്താണെങ്കിലും കണ്ണാടിക്കൽ ഗ്രാമം ഇവിടെ ഒന്നാകെ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തോ അതാണ് പ്രധാന